വെട്ടിയതായിട്ടൊരു ചെറിയ ഒരു പരാതിയിലൊരു പരാമർശം ഉണ്ടല്ലോ. ഇല്ല, പിന്നെ എന്നെ വെട്ടിച്ചതൊക്കെ എടുക്കുമ്പോൾ കയറി പിടിക്കുമ്പോൾ അങ്ങനെ കയ്യിലെല്ലാം കയറിക്കൊണ്ടെങ്കിലേ ഉള്ളൂ. കയറി പിടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലല്ലേ കൊള്ളണ്ടേ? പിന്നെ സ്നേഹമില്ലാത്ത ഒരാളിനെ നിർബന്ധിച്ച് നമ്മൾ വിളിച്ചിട്ട് മേഡം, എനിക്ക് എന്താ വെച്ചാൽ അത്ര ഇടിയടിയും കൊണ്ട് 3 വർഷം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ അത്ര ഇഷ്ടം പോലെ ഇടിയടിയും കൊണ്ട് ഇന്ന് എനിക്ക് കൊള്ളാം, ഇന്ന് ഈ സ്ഥലത്തില്ല. അങ്ങനെ കണ്ട് ബാലരാമടുത്ത് വരാൻ പറഞ്ഞു. ഇവളെ വീടും സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയതാ ഇവളെ കൂട്ടത്ത്. അപ്പോൾ അവിടെ ചെന്ന് ബാലരാമപുരത്തായിരുന്നു അവര് താമസം? അപ്പം അല്ല, ഇവര് പിന്നെയും ബാലരാമടുത്ത് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവളെ വീട് പിന്നെ കുളത്താ. സുരേഷ് അവരെ ഇഷ്ടപ്പെടുവോ, ഞാൻ വരാമെന്ന് പറയുമോ? ഒന്നും ചെയ്യില്ല. വരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നീട് ഇവിടെ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ വിളിച്ചത്. അല്ല, നിങ്ങളെ ആ സ്ത്രീക്ക് ഭർത്താവില്ല, ഒരു മകളുണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു മേഡം. ഭർത്താവില്ലാത്തത് മകളുള്ളതൊന്നും അറിയത്തില്ല? ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എന്ത് വിചാരിച്ചാ കല്യാണം കഴിക്കാത്തൊരു പെണ്ണാണ്, നമുക്ക് കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചെന്ന് വെച്ചാൽ ഇവരെ വിളിച്ചോണ്ട് പോയ എന്റെ ഇവിടെ ഇവരെങ്ങനെയുള്ളവരാന്ന് അറിയത്തില്ല. ഒരു രാത്രിക്ക് വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നവര് നിങ്ങൾ എന്താ ഇരിക്കുക? അല്ല, ഇതുപോലെ ചോദിക്കും മേഡം, ചോദിക്കും. ഇതുപോലെ വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെങ്ങനെയാണെന്ന് ഇവരെ എന്നെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ പോയതാ. അപ്പൊ എനിക്ക് വീട് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഇവള് ഈ സ്ത്രീ വിളിച്ചോണ്ട് പോയതാ. എന്തിനെന്ന് പറഞ്ഞാ വിളിച്ചോണ്ട് പോയി? നിങ്ങൾ രാത്രിയിലായപ്പോ നിങ്ങള് 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ നിന്നപ്പോ ഇങ്ങോട്ട് വാ, ബാലരാമപുരത്ത് വന്നേരെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ബാലരാമപുരത്ത് പോയി. എന്നിട്ട് പറഞ്ഞു വീട് അതെനിക്ക് അറിയത്തില്ല, ഞാൻ കാണിച്ചുതരാം വാ എന്ന് പറഞ്ഞു വിളിച്ചു. പുന്നക്കുളത്തോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണോ? അങ്ങനെയാണ് സംഗതി. ഓ, അപ്പൊ പിന്നെ നമുക്ക് എന്നിട്ട് അവിടെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവരെ വീട്. അപ്പൊ ഇവരെ വീടൊന്നും അറിയത്തില്ല, വീടും അറിയത്തില്ല, എന്തിനാ കൊണ്ടുപോകുന്നൊന്നും അറിയത്തില്ല. അല്ല, ഈ സ്ത്രീ വിവാഹിതയാണെന്ന് അറിയത്തില്ല, മകളുണ്ടെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇവരെ അറിയായിരുന്നു? ഇവരെ അറിയായിരുന്നു. അത് കാര്യമായി. അല്ല, അവിടെ ചെന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? അന്നേ രാത്രി അവിടെ ഉണ്ടായിരുന്നു, അവളെ വീട്ടിൽ ഉണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലുള്ള വിവരത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? അത് ആ വീട്ടില് എന്തിനെന്നും പറഞ്ഞ് നിങ്ങൾ അന്ന് അവിടെ താമസിച്ചു? പറയൂ. എന്തിനാന്ന് വെച്ചാൽ അവര് എന്നെ വിളിച്ചോണ്ട് പോയത് എന്തിനാണ്? പുരുഷനില്ലേ? ശരി, പോട്ടെ, നമ്മളത് അംഗീകരിക്കുന്നു. താമസിച്ചു. എന്നിട്ട് ഞാൻ അപ്പം പിറ്റേ ദിവസം അവിടെ പിന്നെ പറഞ്ഞ് അവളെ വീട് ഓല കെട്ടണം. ചെറിയൊരു കുടിയിൽ വീടാ. ഒരു മോളുണ്ട്, എനിക്ക് ഇങ്ങനെ ഭർത്താവ് പോയി, ഒരു കൊച്ചുണ്ട്, ഒരു പെൺകൊച്ചാണ്, 1 വയസ്സായും പോയതാണ്. എല്ലാ കാര്യവും എന്റെ മാമന്റെ വീട്ടിൽ വെച്ച് എല്ലാ കാര്യവും. പ്രസന്നെ, ഇദ്ദേഹത്തോട് നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അദ്ദേഹം സഹതപിച്ച് നിന്നെ ഞാൻ മരണം വരെ സംരക്ഷിച്ചോളാം, നിന്റെ മോളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചോണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞല്ലേ? അദ്ദേഹം വന്ന് താമസിച്ചു എന്നല്ലേ പറഞ്ഞേ? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. വെറുതെ അദ്ദേഹം ഇങ്ങനെ ബാലരാമപുരത്തോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലോട്ട് വന്ന് അവിടെ താമസിച്ചു. പിറ്റേന്ന് നിങ്ങൾ ഓലകെട്ടുന്ന കാര്യമാ പറഞ്ഞെന്നാ പറയുന്നത്. എന്തുവാ ഇത്? ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ ഞാൻ പണിക്കൊന്നും പോയിട്ടില്ല, എന്റെ കൂടെ പണിക്കും വന്നിട്ടില്ല. ആദ്യം നിങ്ങൾ എങ്ങനെ പരിചയപ്പെടുന്ന ഇവരെ? ഇവളെ ബന്ധു ഒരു വീട്ടിൽ എന്റെ വീട്ടിന്റെ അടുത്ത് മാമന്റെ അവിടെ കല്യാണത്തിന് വന്ന അങ്ങനെയുള്ള പരിചയം. 14 വർഷം. എന്റെ അനിയത്തി 3ാമത്തെ അനിയത്തി ഗർഭിണിയോടെ ഇന്നപ്പം വന്നതാണ്. ആ കൊച്ചിന് 14 വയസ്സായി. 15ാമത്തെ വയസ്സ് തുടക്കം. ഒരു മിനിറ്റ്, 24 വർഷമായിട്ട് താമസം? 24 വർഷം കൊണ്ട് താമസം. ഇല്ല മേഡം, എന്റെ ഇളയ അനിയത്തി മോന് 12 വയസ്സാണ്. 12 വയസ്സ് കഴിഞ്ഞ് 10 വർഷത്തിന് മുമ്പേ താമസമായതാ. അതിനും 10 വർഷത്തിന് മുമ്പേ താമസമായതാ. അപ്പൊ ഇവക്ക് കുഞ്ഞൊന്നും ഇല്ലായിരുന്നു. മക്കളൊന്നും വേറെ കൊച്ചുണ്ടായിരുന്നു. പൊടിക്കൊച്ച. മേഡം മനസ്സിലാക്കി. ഞാനപ്പോ എന്നിട്ട് അവരുടെ ആരുമില്ല, നോക്കാൻ ആരുമില്ല, ഒരു വീട്ടിൽ ആരുമില്ല. അപ്പോൾ ഒരു കൊച്ചു വീട്, ആരും സംരക്ഷിക്കാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കണക്ക് ഞാൻ വേല ചെയ്ത് തരാം. എന്നെ മനസ്സാക്ഷി ദൈവത്തെ നിർത്തിയാ പറയാം, ഞാൻ വേല ചെയ്ത് തരാം. അപ്പോൾ നീ എന്നെ സംരക്ഷിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് നമുക്കൊരു വീടിനൊക്കെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചും കൊണ്ട് ഒരു വീട് വെച്ചു. ലോൺ എടുത്തു. ലോണെന്ന് വെച്ചാൽ പിന്നെ ബ്ലോക്കിൻ്റെ ലോണാണ്. ഇവളെ അച്ഛൻ കൊടുത്തുന്ന ഇവളെ അച്ഛനും മറ്റും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കുളഞ്ഞ വീടാണ്. 4 സെൻറ്റ് വീട്. അതിനകത്തൊരു വീട് വെച്ചു. വീട് വെച്ചപ്പോൾ ആ കൊച്ചു പരുവായി. എന്നിട്ട് ആ കൊച്ച് പിന്നീടാണെങ്കിൽ കൊച്ചുള്ളതെന്നുള്ള എനിക്ക് അറിയാമായിരുന്നു. ആ കൊച്ചു പരുവായി എങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു, ആ കൊച്ചു എൻ്റെ കൂടെ തന്നെ നിന്നു. ലാസ്റ്റ് വരെ എൻ്റെ കൂടെ തന്നെ നിന്നു. അങ്ങനെ നിന്ന് കൊച്ചങ്ങനെ പരുവായി. ഈ ഓലാട്ടാൻ വേണ്ടി അവിടെ പോയപ്പം കൊച്ചെവിടെ ആയിരുന്നു? കൊച്ചു അമ്മൂമ്മ തള്ളയുടെ വീട്ടിലായിരുന്നു. തള്ളയുടെ വീട്ടിൽ. അതാ അറിയാതെ പോയത്. ഈ മാമന്റെ വീട്ടിൽ കല്യാണത്തിന് വെച്ച് കണ്ടതിന് ശേഷം പിന്നെ അവിടെയായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടപ്പോഴും ഇവര് ഈ പിന്നെ ഇവരുമായിട്ടുള്ള ഇവരുടെ ഈ കുടുംബ പശ്ചാത്തലം ഒന്നും അറിയത്തില്ല എനിക്ക്. എല്ലാം അറിഞ്ഞു മേഡം. എന്റെ ഇളയ അനിയത്തി 3ാമത്തെ അനിയത്തി ഗർഭിണിയോടെ ഇന്നപ്പോഴാണ് ഈ മനുഷ്യടെ വന്നത്. ആ മോക്ക് 14 വയസ്സ് കഴിഞ്ഞ് 15ാമത്തെ വയസ്സാവും. എന്നിട്ട് ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കുറച്ച് ദിവസം കുറച്ച് തുണി,
ഒരു ബാഗിലൊരു തുണി ഒരു പെട്ടിക്കകത്തൊരു തുണി ഇരിക്കും. ഞാൻ കെട്ടിയത് ആരെ ഉടുപ്പും ഷർട്ടൊക്കെ ഒരു പാൻസ് ഉടുപ്പും ഇടും. അപ്പോഴേ പറഞ്ഞു ഈ കുഞ്ഞിന് ഇവക്ക് വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവനുമായിട്ട് പിണങ്ങിപ്പോയി. മാഡം പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞ അങ്ങനെ പോട്ടെ, അവന് വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവനുമായിട്ട് പിണങ്ങിപ്പോയി. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ പോട്ടെ, സാരമില്ല, നിനക്ക് ഞാൻ വില തരാമല്ലോ. അങ്ങനെ ഞാൻ ജീവിച്ചായിരുന്നു. 24 വർഷമായിട്ട് താമസിക്കുന്ന ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെലവിന് കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? അവരുടെ നല്ല പ്രായം മുഴുവൻ നിങ്ങൾ കൂടെ താമസിച്ചു. ശരി തന്നെ മാഡം. പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഒരു ഭർത്താവിൻ്റെ ഈ ഇടയ്ക്ക് പോയായിരുന്നു. ഏത് ഭർത്താവിന്റെ കൂടെ? ഇപ്പൊ ഒരു ഭർത്താവുണ്ട്. ചുമ്മാ കൂടെ പോകുന്ന ആൾക്കാരുടെ ഒരു ഭർത്താവുണ്ട്. എന്റെ ഞാൻ വെച്ചില്ലേ, ഞാൻ പറഞ്ഞു മാഡം പറഞ്ഞില്ലേ, ഈ വെച്ച വീടില്ലേ ഞാൻ വെച്ചിരുന്നില്ലേ, ആ വീടിനെ ഇടിച്ചു പൊളിച്ചു. 2 ഇല കട്ടത്തിന് ഇടിച്ചു പൊളിച്ചു. ഞാൻ വെച്ച വീടാണെന്ന് പറഞ്ഞ പേരിൽ എന്റെ വീടിനെ ഇടിച്ചു പൊളിച്ചു. എന്റെ വീട് പൊളിച്ചു. ആദ്യം വെച്ച പച്ചക്കല്ല് എടുത്ത് കെട്ടിയപ്പോൾ പിന്നെ ഈ പടിക്കെട്ടിൻ്റെ ഇടയ്ക്ക് സിമൻറ്റ് കല്ല് കെട്ടി. അപ്പോൾ മഴ വന്ന് ഈ പച്ചക്കല്ല് വെള്ളം വന്ന് വീഴും. അപ്പോൾ അങ്ങനെ അവിടെ കുഴികുളം ശശീലമാണ് ഒരു മുമ്പ് അവിടെ ആ സമയത്ത് ഓട്ടനാണ് നിൽക്കുന്നത്. ഞാൻ അപ്പോൾ മുമ്പ് ഏതാണ്ട് എൻ്റെ വീട്ടിൽ ചെവര് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ചെവര് ഏതാണ്ട് അങ്ങനെ വീണ്ടും അങ്ങേര് പറഞ്ഞ് പ്രശ്നം നിനക്ക് ഒരു ലോൺ എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങേര് കൊണ്ട് എഴുതി കൊടുത്തപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മോനും ഭാര്യയും കൂടി പറഞ്ഞ് പ്രശ്നയ്ക്ക് ലോൺ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആ വീട് എപ്പോഴാണ് മൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് 50,000 രൂപ രണ്ടാമത് കിട്ടി.